റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഇനി സംസ്ഥാനത്തെ വിവിധ ഹൈഡൽ ടൂറിസം പദ്ധതികളുടെ കരാർ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിക്കാർ നേടിയെടുക്കുന്നതിന് ഒരു തെളിവ് കൂടി റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. വയനാട് ബാണാസുര ഡാമിലെ ഹൈഡൽ ടൂറിസത്തിന്റെ റൈഡുകൾ നടത്താനുള്ള കരാർ കിട്ടിയത് പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിക്ക്. പക്ഷേ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഈ കമ്പനിയുമായി ഒരു ബന്ധവുമില്ലാത്ത JDS സംസ്ഥാന കമ്മിറ്റി അംഗമായ CH അഷ്റഫാണ്. CH അഷ്റഫ് ഈ കമ്പനിയുടെ ഉടമകളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സംഭാഷണം റിപ്പോർട്ടറിന് കിട്ടി. ആദ്യം അത് കേൾക്കാം. ഇതൊന്നും നടക്കുന്നില്ലല്ലോ. ഞാൻ ലൈവായിട്ടുള്ള ഞാനിതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലൈസൻസ് ഇല്ല, എനിക്ക് ബോട്ടിൻ്റെ ഫിറ്റ്നസ് ഇല്ല, എല്ലാം നിങ്ങളുടെ സാധനമായിട്ടാണ് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരന്തരം പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. പടിഞ്ഞാറത്തറ പോലീസ് സ്റ്റേഷനെ വിളിക്കുന്നു, അടിമാലി പോലീസ് സ്റ്റേഷനെ വിളിക്കുന്നു, മൂന്നാർ പോലീസ് സ്റ്റേഷനെ വിളിക്കുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ 10-35 കൊല്ലം രാഷ്ട്രീയം കളിച്ചേർന്ന CH അഷ്റഫിനെ ഈ പോലീസ് സ്റ്റേഷനെ വിളിക്കലൊന്നും ഒരു കാര്യമല്ല മക്കളെ, നിങ്ങളത് മനസ്സിലാക്കുക. ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ഞാനേ അടിമാലി പോലീസ് സ്റ്റേഷനിൽ 10-20 ദിവസം കിടന്നിട്ടുണ്ട്. പലവട്ടം ഞാൻ ഡിസംബർ 6 അവിടെ പോയി കിടന്നിട്ട് ആളാണ് ഞാൻ കേട്ടോ. അത് നിങ്ങൾ ഈ പോലീസുകാരെന്ന് വെച്ചാൽ എന്നെ വരട്ടെ നിങ്ങൾ നോക്കേണ്ട, നടപടിയില്ലാതൊന്നും. ഞാനിട്ട് തോക്കുന്ന വിഷയമില്ല. ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞാൽ നിങ്ങളെ വെല്ലുവിളിച്ച് പറയുന്നൊന്നുമല്ല. അപ്പോൾ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നോക്കേണ്ടി വരും കേട്ടോ. TV പ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, എന്തൊരു ഗുണ്ടായിസമാണ്! മന്ത്രിയുടെ പാർട്ടിക്കാരനായതുകൊണ്ട് ഇത് നേടിയെടുക്കുക എന്നതാണോ? മാത്രമല്ല ഈ കരാർ നേടിയെടുത്ത കമ്പനിയുമായി ഒരു ബന്ധവുമില്ല ഈ അഷ്റഫിന് എന്നതുകൂടി വ്യക്തമാവുകയാണ്. മന്ത്രി അറിഞ്ഞുകൊണ്ടാണോ ഈ തട്ടിപ്പുകൾ എന്നാണ് ഇനി അറിയേണ്ടത്. വിനീത, ഹൈഡൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ടെൻഡറുകൾ അത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാക്കൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് വലിയ സംഭവമായി മാറുന്നത്. വിനീത, നേരത്തെ നമുക്കറിയാം സംസ്ഥാനത്തെ മൂന്നാറിലും അതുപോലെ തന്നെ ഇടുക്കിയിലും വയനാട്ടിലുമുള്ള 6 ഡാമുകളിലെ ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ കീഴിൽ വരുന്ന വാട്ടർ സ്പോർട്സ് ഇനങ്ങളുടെ ടെൻഡറുകൾ ഒരു മുൻപരിചയവുമില്ലാത്ത 2 കമ്പനിക്ക് കിട്ടിയ വിവരം നമ്മൾ പുറത്തുവിട്ടതാണ്. ആ കമ്പനിയുടെ ഉടമ CH അഷ്റഫ് എന്ന് പറയുന്ന ഇടുക്കിയിലെ JDSന്റെ സംസ്ഥാന നേതാവാണ് എന്നുള്ളതും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിൽ ബെന്നി മൂഞ്ഞാലി അടക്കമുള്ള JDS നേതാക്കൾക്ക് ഷെയർ ഉണ്ട് എന്ന് ഈ CH അഷ്റഫ് തന്നെ വിളിച്ചു പറയുന്നതും നമ്മൾ കേട്ടതുമാണ്. അതിന് പിന്നാലെയാണ് ബാണാസുര ഡാമിലെ വിവിധ റെയ്ഡുകൾ, അത് കുട്ടികൾ കളിക്കുന്ന വിഭാഗത്തിൽ അവരുടെ പെഡൽ ബോട്ട് അതുപോലെ തന്നെ ബുൾ റൈഡിംഗ് എന്നീ 2 റൈഡുകളുടെ ടെൻഡറാണ് നേരത്തെ ക്ഷണിച്ചത്. അതിൽ ടെൻഡർ ക്ഷണിച്ചപ്പോൾ മറ്റ് പ്രവൃത്തി പരിചയമുള്ള നിരവധി പേർ അതിൽ ടെൻഡർ കൊടുക്കുകയും ചെയ്തു. ആ ടെൻഡർ കൊടുത്ത കൂട്ടത്തിൽ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിയും അതിൽ ടെൻഡർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെരിയാർ വാട്ടർ സ്പോർട്സുമായി CH അഷ്റഫ് എന്ന് പറയുന്ന ഈ JDS നേതാവിന് ഒരു ബന്ധവുമില്ല. അത് തെളിയിക്കുന്ന രേഖകളാണ് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതായത് പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിയുടെ ഉടമകൾ സമർപ്പിച്ച ടെൻഡർ, ആ ടെൻഡർ കിട്ടിയിരിക്കുന്നത് ആ കമ്പനിയുമായി ഒരു ബന്ധവുമില്ലാത്ത CH അഷ്റഫിനാണ് എന്നതാണ് ശ്രദ്ധേയം. അതായത് ടെൻഡർ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത് CH അഷ്റഫാണ്. പക്ഷേ ടെൻഡറിന്റെ വർക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത് പെരിയാർ വാട്ടർ ടൂറിസം എന്ന് പറയുന്ന കമ്പനിക്കാണ്. അതായത് കമ്പനി വേറൊരാളുടെ ഉടമസ്ഥതയിലുള്ളത്. ആ ടെൻഡർ കിട്ടി ഇപ്പോൾ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് CH അഷ്റഫ് എന്ന് പറയുന്ന JDS നേതാവ്. മാത്രമല്ല ഈ പെരിയാർ വാട്ടർ സ്പോർട്സ് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഈ ബാണാസുര ഡാമിലെ ഈ പറയുന്ന റൈഡുകളുടെ വരുമാനം അത് അക്കൗണ്ടിലേക്ക് പോകുന്നുമില്ല എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം. ടെൻഡറിലെ മാനദണ്ഡങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടികളിലേക്ക് ബാണാസുര ഡാമിലെ ഈ ടെൻഡറും പോയിട്ടുള്ളത് എന്നതാണ് വിനീത. നമുക്കറിയാവുന്നതുപോലെ അനർട്ടിൽ കോടികളുടെ ടെൻഡർ ക്രമക്കേട് നിയമസഭാ രേഖകൾ സഹിതമാണ് റിപ്പോർട്ടർ പുറത്തു വന്നത്. ഇതേ ആരോപണം മുൻ മന്ത്രിയുമായിരുന്ന രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാവ് അത് പങ്കുവയ്ക്കുകയും ചെയ്താണ് പല ഘട്ടത്തിൽ. ഈ പറയുന്ന അനർട്ടിൻ്റെ CEO ആണ് നരേന്ദ്രനാഥ് വേലൂരി. നരേന്ദ്രനാഥ് വേലൂരി IFS ഉദ്യോഗസ്ഥനാണ്. ഈ നരേന്ദ്രനാഥ് വേലൂരിയാണ് ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഡയറക്ടർ. അതും അനധികൃതമായ നിയമനമാണ് എന്നതിൻ്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. KSEBയിലെ ഏതെങ്കിലും ഒരു എഞ്ചിനീയർ ആയിരിക്കണം എന്നുള്ളതാണ് ചട്ടം, എഴുതി വെച്ച ചട്ടമാണ്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് KSEBയുമായോ
ടൂറിസവുമായോ ഒരു ബന്ധവുമില്ലാത്ത നരേന്ദ്രനാഥ് വെല്ലൂരി എന്ന IFS ഉദ്യോഗസ്ഥനെ അതുറപ്പായും മന്ത്രിയുടെ താല്പര്യപ്രകാരം തന്നെയാണ് നിയമിച്ചത്. മാത്രമല്ല വിനീത, ഈ ടെൻഡറുകളെല്ലാം മറ്റ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയുടെ നേതാക്കൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ ചട്ടലംഘനം, ഗുരുതരമായ നിയമവിരുദ്ധമായ കാര്യവും വിനീത. അത് തന്നെയാണ്, വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് TV പ്രസാദ് പുറത്തു കൊണ്ടുവരുന്നത്. ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ മറവിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയിൽപ്പെട്ട നേതാവിന്റെ ഭീഷണിയും ഒപ്പം ഈ ടെൻഡർ നേടിയെടുക്കാനുള്ള തട്ടിപ്പുകളും കൂടിയാണ്. അതിന്റെ തെളിവാണ് TV പ്രസാദ് പുറത്തു കൊണ്ടുവരുന്നത്.